അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് അനീന മിനി ജോബിൻ. ഇതെൻ്റെ അമ്മ മിനി. ഞാൻ മാർച്ച് 8-നാണ് ഇവിടെ ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ +2 കഴിഞ്ഞ് ജർമ്മൻ പഠിക്കുകയായിരുന്നു. ഞാൻ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം എക്സാമൊക്കെ ആകാറായപ്പം എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വന്ന് ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തു. എന്നാലും എനിക്ക് ഉടമ്പടി എടുക്കണമെന്നോ ഇവിടെ വരണമെന്നൊന്നും ഒരു തോന്നലും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ അവിടെ ഉടമ്പടി എടുത്ത് അവിടെ വന്ന് അവരുടെ കൂടത്തിൽ പ്രാർത്ഥനയിലൊക്കെ കൂടുമായിരുന്നു. രാവിലെ 5:30 എണീറ്റ് അവർ പ്രാർത്ഥിക്കുന്ന കൂടത്തിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാനും ചെല്ലുമായിരുന്നു. വൈകുന്നേരവും പ്രാർത്ഥനയൊക്കെ ഞാൻ ചെല്ലുമായിരുന്നു. ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി ഞാൻ ജാനുവരിയിൽ എക്സാമിന് പോയി. പക്ഷേ ആ എക്സാമിന് എനിക്ക് ജർമ്മൻ്റെ B2 എക്സാമിന് 4 മൊഡ്യൂളും ഞാൻ ഫെയിലായി. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സാമിന് ഡേറ്റ് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് എനിക്ക് ഒരു ഡേറ്റും കിട്ടുന്നില്ല. എനിക്ക് ഏപ്രിലെങ്കിലും അടുത്തൊരു എക്സാം എഴുതണമെന്ന ഒരു ആഗ്രഹത്തിലാണ് ഞാൻ ഇരുന്നുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് ഒരു ഡേറ്റും കിട്ടുന്നില്ല. അപ്പം എൻ്റെ അമ്മ പറഞ്ഞു എന്നോട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ. അങ്ങനെ മാർച്ച് 8-ന് ഞാൻ എൻ്റെ പപ്പയും കൂടെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ അമ്മ ഇവിടെ ഇല്ല, അമ്മ ഇറ്റലിയിലാണ്. അപ്പം ഞാനും എൻ്റെ അപ്പയും കൂടെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. പക്ഷേ ആ സമയത്ത് ഒക്കെ ഏപ്രിലോട്ടുള്ള ഡേറ്റൊക്കെ തീർന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഏജൻറ്റുമാരോടൊക്കെ ചോദിച്ചിട്ടും അവർ പറഞ്ഞു ഒരു എക്സാമിന് 25,000 രൂപയാണ്. അപ്പോൾ അതുകൂടാതെ ഒരു 15,000 രൂപയും കൂടെ കൊടുത്താലേ എനിക്ക് എക്സാമിന് ഡേറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ അമ്മ പറഞ്ഞു നമുക്കങ്ങനെ കൊടുക്കാം, അപ്പം ഏപ്രിൽ ഒരു ഡേറ്റ് കിട്ടുവാണെങ്കിൽ നല്ലല്ലേ എക്സാം എഴുതാമല്ലോ എന്നാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അപ്പോൾ അത്രയും രൂപയും കൂടെ കൊടുത്തിട്ട് ഞാൻ എക്സാമിന് പാസ്സായില്ലെങ്കിൽ എനിക്ക് അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് അങ്ങനെ പൈസ കൊടുത്ത് എനിക്കൊരു ഡേറ്റ് വേണ്ട. മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മാതാവ് ഏപ്രിൽ ഒരു ഡേറ്റ് തരുമെന്ന് എനിക്കൊരു ഉറച്ചൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു അമ്മേ എനിക്ക് അങ്ങനെ ഡേറ്റ് വേണ്ട, നമുക്ക് അങ്ങനെ എടുക്കണ്ട എന്ന് പറഞ്ഞു. ഞാൻ ഹോസ്റ്റലിലായിട്ട് ഞാൻ തിരിച്ചു പോയി. അപ്പോൾ ഏപ്രിൽ 1-ന് എനിക്ക് ട്രിവാൻഡ്രത്തിന് മെയിൽ വന്ന് എനിക്ക് ഏപ്രിൽ 27-ാം തീയതി എക്സാമിന് ഡേറ്റ് കിട്ടിയെന്ന് ഏപ്രിൽ 1-ന് എനിക്ക് മെയിൽ വന്നു. അപ്പം അത് അങ്ങനെയൊന്നും എനിക്ക് സാധാരണ മെയിൽ വരാത്തതാണ്. അപ്പം എനിക്ക് ഇതുവരെയായിട്ട് ഒരു എക്സാമിൻ്റെ ഡേറ്റിന് അങ്ങനെ മെയിൽ വന്നിട്ടില്ല. അപ്പം ഞാൻ ആ എക്സാമിന് ഞാൻ പോയി എഴുതി. 27-ാം തീയതി ആയിരുന്നു. ഞാൻ പോയപ്പം എൻ്റെ ഉടമ്പടിയുടെ കാശുരൂപവും ഉടമ്പടി വസ്തുക്കളൊക്കെ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോയായിരുന്നു. എക്സാമിന് എനിക്ക് രാവിലെ സ്പീക്കിംഗ് ആയിരുന്നു. അപ്പം രാവിലെ എന്നെ ഏറ്റവും അവസാനമായിരുന്നു വിളിച്ചിരുന്നത് സ്പീക്കിങ്ങിന്. പക്ഷേ ആ സമയത്തൊക്കെ എല്ലാവരും ഇരുന്ന് പ്രിപ്പയർ ചെയ്യുമ്പോഴും എനിക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാനായിരുന്നു തോന്നിയത്. അപ്പം ഞാൻ ആ സമയം ഫുള്ള് ഒരു 2-2.5 മണിക്കൂർ ഞാനിരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുവാണ്. എനിക്കാണെങ്കിൽ ഒന്നും പ്രിപ്പയർ ചെയ്യാനൊന്നും തോന്നുന്നില്ല, ഞാൻ പഠിച്ചതൊന്നും ഓർക്കാൻ പോലും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഞാൻ എക്സാമിന് അവരെന്നെ വിളിച്ചപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടിത്തായാലും എടുത്ത് കുരിശ് വരച്ച് അകത്ത് കയറി. അവരെനിക്കൊരു പേപ്പർ തന്നു, ടോപ്പിക്ക് തന്നപ്പം ഞങ്ങളൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഏറ്റവും ആദ്യം ഞങ്ങളോട് നല്ല എളുപ്പമായിട്ടുള്ളത് ഞങ്ങൾക്കൊന്ന് എങ്ങനെ പറയേണ്ടതെന്നൊക്കെ മനസ്സിലായിട്ട് തന്നൊരു ടോപ്പിക്കായിരുന്നു എനിക്ക് കിട്ടിയത്. എന്ന് വെച്ചാൽ നമ്മളൊക്കെ ആദ്യം പഠിച്ച ടോപ്പിക്ക്. അപ്പം അത് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു സമാധാനം, എനിക്ക് നന്നായിട്ട് പറയാൻ പറ്റുമെന്നൊരു ഉറപ്പ് കിട്ടി. അപ്പോൾ ഞാൻ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പോയപ്പോൾ തന്നെ ഞാൻ ആ പേപ്പറിൽ ഉടമ്പടി ഉപ്പ് വിതറിയിട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്തത്. അതെനിക്ക് നന്നായിട്ട് പറയാൻ പറ്റി. ഉച്ച കഴിഞ്ഞിട്ടായിരുന്നു റീഡിങ്ങും ലിസണിങ്ങും റൈറ്റിങ്ങും. റീഡിങ് ലിസണിങ് എനിക്ക് ഒരു കുഴപ്പമില്ലാതെ എനിക്ക് എഴുതാൻ പറ്റി. പക്ഷേ റൈറ്റിംഗ് ആണ് എനിക്കൊന്നും എഴുതാനായിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല, എനിക്കൊന്നും അങ്ങ് അറിയത്തില്ല അതുപോലെ എനിക്ക് തോന്നി. പക്ഷേ അപ്പോൾ ആ സമയത്തൊക്കെ ഞാനിങ്ങനെ പ്രാർത്ഥന ഇങ്ങനെ എൻ്റെ മനസ്സിൽ കൂടെ ചെല്ലുന്നുണ്ട്. അപ്പം എൻ്റെ മാതാവ് എനിക്ക് പറഞ്ഞു തരുന്ന പോലെ ഞാൻ ആ എക്സാം എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റി. പക്ഷെ എന്നാലും എനിക്കൊരു പേടിയുണ്ടായിരുന്നു എനിക്ക് റൈറ്റിംഗ് കിട്ടത്തില്ല എന്ന്. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ അപ്പയുടെ വീട്ടിൽ വന്നിട്ടൊക്കെ പറഞ്ഞു എനിക്ക് പാടായിരുന്നു റൈറ്റിംഗ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, എനിക്കും വിശ്വാസമുണ്ട് മാതാവ് ഇത് തരുമെന്ന്. റിസൾട്ട് ഒരു 45 ദിവസം കഴിയാതെ റിസൾട്ട് വരത്തില്ല. പക്ഷേ എൻ്റെ റിസൾട്ട് വരുമ്പോൾ ഞാൻ ഉടമ്പടി തന്നെയായിരുന്നു. ജൂൺ 1-ന് റിസൾട്ട് വന്ന് എനിക്ക് ഫുൾ മൊഡ്യൂളും പാസ്സായി കിട്ടി. അത് കഴിഞ്ഞിട്ട് എൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ എനിക്ക് നല്ല ഒരു കുഴപ്പമില്ലാതെ പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞ് വിസയുടെ ഇൻ്റർവ്യൂവിന് ജൂലൈ 19-നായിരുന്നു. 19-ന് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് 22-നാണ് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കുന്നത്. ആ സമയത്ത് എൻ്റെ കൂടെ മമ്മിയും വന്ന് മമ്മി പുതിയ ഉടമ്പടി എടുക്കുകയും ചെയ്തു. പക്ഷേ ആഗസ്റ്റ് 5-ന് എൻ്റെ പാസ്പോർട്ട് വന്നപ്പം എനിക്ക് വിസ റിജക്റ്റായി. കാരണം
അവരെനിക്ക് കോൺട്രാക്റ്റ് വെച്ചിരിക്കുന്ന പൈസ കുറവായിരുന്നു എന്ന് പറഞ്ഞാണ് കാരണം. പക്ഷേ എനിക്ക് അങ്ങനെ കുറവൊന്നുമില്ല, അവർ പറഞ്ഞേക്കാളും പൈസ കൂടുതൽ എനിക്ക് കോൺട്രാക്റ്റ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏജൻസിക്കാർ പോലും പറഞ്ഞു എൻ്റെ വിസ റിജക്റ്റ് ആകേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു. അപ്പം എനിക്ക് സെപ്റ്റംബർ 1 അവിടെ ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ അതൊന്നും അങ്ങനെയൊന്നും എനിക്ക് പോകാൻ പറ്റത്തില്ല. കാരണം അടുത്ത ഇൻ്റർവ്യൂവിന് ഡേറ്റ് കിട്ടിയിരിക്കുന്നത് സെപ്റ്റംബർ 6 അപ്പം ഞങ്ങൾ 6 ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് ഇവിടെ അച്ഛൻ്റെ അടുത്ത് വന്നു. ഇവിടെ കൃപാസനത്തിൽ വന്ന അച്ഛനെ കാണാനായിട്ട് വന്ന അച്ഛൻ്റെ അടുത്ത് നിന്ന് അനുഗ്രഹം മേടിച്ചു. അത് കഴിയുമ്പോഴത്തേക്കും എനിക്കൊരു ഭയങ്കര ഒരു ഉറപ്പ്, എനിക്കൊരു വിശ്വാസം കിട്ടി. ഈ പ്രാവശ്യം കൊടുക്കുമ്പോൾ എന്തായാലും എനിക്ക് കിട്ടും, എന്തായാലും എനിക്ക് ഈ സെപ്റ്റംബറിൽ തന്നെ പോകാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പിൽ ഞാനിവിടെ വന്ന് 6-ാം തീയതി ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു. എനിക്ക് കൃത്യം 10 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ വിസ എൻ്റെ പാസ്പോർട്ട് വന്ന് എനിക്ക് വിസ അടിച്ച് കിട്ടി. ഞാൻ ഉടമ്പടി എടുത്ത് പിന്നെ ഹോസ്റ്റലിൽ നിന്നപ്പോഴൊക്കെ മിക്ക ദിവസവും ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു. ഈ 8 നോയമ്പിൻ്റെ സമയത്താണെങ്കിലും എല്ലാ ദിവസവും നോയമ്പെടുത്ത് ഞങ്ങൾ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും. 2 ആഴ്ച കൂടുമ്പോഴത്തേക്കും കുമ്പസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ കാരുണ്യപ്രവൃത്തികളായിട്ട് ഞങ്ങൾ പത്രം മേടിച്ചു കൊടുക്കും. ഞങ്ങൾ ഞാനും എൻ്റെ അമ്മയും കൂടെ നടന്ന് ഓരോ വീട്ടിലും പോയി പത്രം ഫുള്ള് കൊടുത്തിട്ടാണ് തിരിച്ചു വരുന്നത്. പിന്നെ ഈ പേഷ്യൻസിനൊക്കെ പോയി കാണുകയും, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്. അപ്പോൾ അവരെ പോയി കണ്ട് അവർക്ക് ഫുഡൊക്കെ മേടിച്ചു കൊടുക്കുകയും കുറേ ഡ്രസ്സൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. എനിക്കിങ്ങനെ പള്ളിയിൽ പോകാനും ഈ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയൊക്കെ ചെല്ലാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലായിരുന്നു. അപ്പം ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുടുംബ പ്രാർത്ഥന കൂടാതെ എനിക്ക് എക്സ്ട്രാ ഒരു കൊന്തയൊക്കെ ചെല്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. അതുപോലെ എനിക്ക് കുറേ മാറ്റമൊക്കെ തന്നു. പിന്നെ ഇതുകൂടാതെ എൻ്റെ മാതാവ് എനിക്ക് കുറേ അനുഗ്രഹങ്ങളൊക്കെ തന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇത്ര അനുഗ്രഹമൊക്കെ തന്ന മാതാവിന് കൂടി നന്ദി. ജോയേൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 23-ാം തിരുവചനം. സിയോൻ മക്കളെ ആനന്ദിക്കുവിൻ, നിങ്ങളുടെ ദൈവമായ കർത്താവിൽ സന്തോഷിക്കുവിൻ. അവിടുന്ന് നിങ്ങൾക്ക് യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി നൽകും. പഴയതുപോലെ അവിടുന്ന് നിങ്ങൾക്ക് ശരത്കാല വൃഷ്ടിയും വസന്തകാല വൃഷ്ടിയും സമൃദ്ധമായി പെയ്യിച്ചു തരും. അനീന മിനി ജോബിൻ എന്ന ഈ മകൾ ഒത്തിരി നന്ദി നിറഞ്ഞ മനസ്സോടുകൂടി പരിശുദ്ധമ്മയുടെ സവിധത്തിൽ നിന്ന് ജീവിതത്തിൽ ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഒരു പുതിയ ജീവിതത്തിലേക്ക്, പുതിയ ലോകത്തിലേക്ക്, കൂടുതൽ സാമ്പത്തികമായി ഉയരുന്ന സാഹചര്യത്തിലേക്ക് മരിയൻ ഉടമ്പടിയിലൂടെ മകളെ കൈപിടിച്ച് നടത്തുന്നു എന്നതാണ് ഈ സാക്ഷ്യത്തിൻ്റെ പ്രധാന കാര്യം. എങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എത്രത്തോളം സീരിയസായി ഗൗരവത്തോടുകൂടി ഈ മകൾ ഉടമ്പടി ജീവിച്ചു എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഈ സാക്ഷ്യത്തിൻ്റെ ഒരു തലമാണ്. സാക്ഷ്യമെടുത്ത നാൾ മുതൽ പൂർണ്ണമായും അമ്മ മാതാവിൽ നിന്ന് ഉടമ്പടി പ്രാർത്ഥന, ആ ഉടമ്പടി എടുത്ത ദിവസം ഏതൊക്കെ നിബന്ധനകളാണോ ഉടമ്പടിയിലുള്ളത്, ആ നിബന്ധനകൾ ഓരോന്നും ഹൃദയപൂർവ്വം സ്വീകരിക്കുകയും സന്തോഷത്തോടെ അനുസരിക്കുകയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ മകൾ ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് അനുദിനമുള്ള ദിവ്യബലി പങ്കാളിത്തമാവട്ടെ, പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ ചൊല്ലലാവട്ടെ, കാരുണ്യ പ്രവൃത്തികളിലൂടെ മറ്റുള്ളവർക്ക് ചെയ്യുന്ന നന്മയാവട്ടെ, ഉടമ്പടി പത്രം മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് ദൈവസ്നേഹത്തെയും ദൈവസാന്നിധ്യത്തെയും പങ്കുവയ്ക്കുവാനുള്ള തയ്യാറെടുപ്പുകളാവട്ടെ, കുമ്പസാരിച്ചുകൊണ്ട് ആത്മശരീരങ്ങളെ വിശുദ്ധീകരിക്കുന്ന പ്രക്രിയയാവട്ടെ, പാപങ്ങളെ വെറുത്തുപേക്ഷിച്ചുകൊണ്ട് നല്ല ജീവിതം നയിക്കുന്ന രീതിയാവട്ടെ, അത് ഉടമ്പടിയെ ഗൗരവത്തോടു കൂടി എടുക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടിയുടെ ആ ക്ലാസ് കൂടുക, വരിയായി വന്ന അമ്മ മാതാവിൻ്റെ നടയിൽ ഉടമ്പടിയിൽ നിയോഗങ്ങൾ എഴുതി സമർപ്പിക്കുക, തിരികത്തിക്കുക. അതോടുകൂടി ഉടമ്പടി പൂർത്തിയായി എന്ന് കരുതരുത്. കുറച്ച് പേരെങ്കിലും അങ്ങനെ ഉടമ്പടിയെ കാണുന്നുണ്ട്. ഒരുപക്ഷെ മാസാമാസം വന്ന് പത്രം വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നുണ്ടാവാം, തോന്നുമ്പോൾ ധ്യാനം കേൾക്കുന്നുണ്ടാവാം. ഇത് ഒരു പ്രത്യേക പദ്ധതിയാണെന്ന് ജീവിതത്തിൽ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. ഇതിൻ്റെ നിബന്ധനകളോട് നമ്മൾ പുലർത്തുന്ന കലർപ്പില്ലാത്ത, കറയില്ലാത്ത വിശ്വസ്തതയാണ് ദൈവാനുഗ്രഹം വേഗത്തിൽ ലഭിക്കുന്നതിന്
അമ്മ മാതാവ് നമ്മളെ സഹായിക്കുക. അതുകൊണ്ട് ഉടമ്പടിയിൽ കലർപ്പില്ലാതെ ജീവിക്കുവാൻ മകളുടെ സാക്ഷ്യം നമ്മളെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ്. അനുഗ്രഹം ലഭിക്കുന്നതിന് മുമ്പ് ദൈവത്തിന് നമ്മൾ വിശ്വസിക്കുവാൻ കൊള്ളാവുന്നവരാണെന്ന് പരിഗണിക്കുവാൻ പറ്റണം. നമ്മളെ വിശ്വസിക്കുന്നത് കൊണ്ട് ദൈവനാമം മഹത്വപ്പെടുമെന്ന് ഈശോയ്ക്ക് കൃത്യമായിട്ട് ഉറപ്പുവരുത്തുവാൻ പറ്റണം. അത് നമ്മളെ ഉരച്ചു നോക്കുമ്പോൾ നമ്മൾ വെറുതെ താൽക്കാലിക നേട്ടത്തിന് വേണ്ടിയുള്ള ഒരു കാര്യം ചെയ്തു വച്ചിരിക്കുന്നവരല്ല, മറിച്ച് ദൈവാനുഭവം കിട്ടുമ്പോൾ അത് പങ്കുവെക്കുന്നവരായി ജീവിതത്തെ ദൈവത്തെ മഹത്വപ്പെടുത്തി മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നവരായി മാറുമെന്ന് ദൈവത്തിന് ഉറപ്പ് ലഭിക്കുമ്പോഴാണ് ജീവിതത്തെ അനുഗ്രഹിക്കുക. അല്ലെങ്കിൽ ഉടമ്പടിയിലൂടെ അനുഗ്രഹം ലഭിച്ചിട്ട് ദൈവത്തെ മറക്കുന്ന പ്രകൃതമാണ് ജീവിതത്തിലുള്ളതെങ്കിൽ കിട്ടിയ അനുഗ്രഹം പോലും ചിലപ്പോൾ ജീവിതത്തിന് ഭാരമായി തീരും. അതുകൊണ്ട് ഈ മകൾക്ക് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി കരഘോഷത്തോടെ സമർപ്പിക്കുമ്പോൾ നമ്മൾ ഉടമ്പടിയിൽ കൂടുതൽ വിശ്വസ്തയോടെ ജീവിക്കുവാൻ അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. കരഘോഷത്തോടു കൂടി ഈ സാക്ഷ്യത്തെ നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.